എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചിപ്പിമോൾ ശരിക്കും രചനയുടെ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കൊച്ചിൻ്റെ കാര്യം ഒന്നും ചെയ്തു കൊടുക്കാൻ രചനയ്ക്ക് സമയമില്ല. രചനയ്ക്ക് മനസ്സും സമയവും രചന കണ്ടെത്തിയാൽ തന്നെ ആകാശ് അതിന് സമ്മതിക്കത്തില്ല. കാരണം അതാ മഹേഷിൻ്റെ കുഞ്ഞാണെന്നും അവൾ ഒറ്റപ്പെടണമെന്നും ദുഃഖിക്കണമെന്നും ഒക്കെയാണ് ആകാശിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് രചന പോലും അറിയാതെ രചനയെ പയ്യെ പയ്യെ കുഞ്ഞിൽ നിന്ന് അകറ്റുവാണ്. കുഞ്ഞിനെ ഒറ്റപ്പെടുത്താനും അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ചിപ്പിമോളും ചക്കിങ്ങിടെ ഇഷിതയെ കാണാൻ വരുന്നു. അന്നേരം ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെയും ഫ്രണ്ടിനെയും ഒന്നും കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിള്ളേരോട് സംസാരിക്കുമ്പം ഇഷിത പറയുന്നുണ്ട്, അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം, അങ്ങനെ വേണം നിങ്ങളെല്ലാവരോടും പറയാൻ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ രണ്ടുപേരെയും പറഞ്ഞ് പഠിപ്പിക്കുവാണ്. കാരണം രണ്ടുപേർക്കും അച്ഛനും അമ്മയും രണ്ട് സ്ഥലത്താണല്ലോ, രണ്ടുപേരും ഒറ്റപ്പെട്ട ഒരു നിലയിലാണ്. അവർക്ക് മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും കുട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇഷിത ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അന്നേരം അത്രയും നാളും എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, അമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചിപ്പിമോൾ പറയുവാണ്, എനിക്ക് അമ്മയല്ല ലോകം, അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് ലോകം, അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ എന്നാണല്ലോ പറഞ്ഞു കൊടുത്തേ. അന്നേരം ചിപ്പിമോൾ പറയും, എനിക്ക് അമ്മയല്ല ലോകം, എനിക്ക് എൻ്റെ ഡാഡി മാത്രം മതിയെന്ന്. അതിൽ നിന്ന് തന്നെ ഇഷിതയ്ക്ക് മനസ്സിലാവുകയാണ്, ഒരിക്കലും മകളുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അവളുടെ മനസ്സിലെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരു അമ്മയല്ല രചന എന്ന്. ഏതായാലും വൈകിട്ട് വീട്ടിലോട്ട് എത്തുന്നില്ല മകൾ. അതിൻ്റെ ടെൻഷനിലാണ് രചന ഈ കാര്യം പോലീസിൽ വിളിച്ചറിയിക്കുന്നുണ്ട്, എൻ്റെ മകൾ വീണ്ടും മിസ്സിംഗ് ആണ് എന്ന്. അന്നേരം SI ചോദിക്കുന്നുണ്ട്, ഇന്നാളത്തെ പോലെ തന്നെ വല്ലവരും തട്ടിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷിച്ച് ഇഷിതയുടെ അടുത്തോട്ട് തന്നെ എത്തുവാണ്. കുട്ടികളുമായിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ പോലീസുണ്ട്. ഏതായാലും ഇനി ഇഷിത മനസ്സിലാക്കി തുടങ്ങും, രചനയുടെ ഭാഗത്തായിരുന്നു തെറ്റ്, മഹേഷിൻ്റെ ഭാഗത്തല്ല എന്ന്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.